ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡ്രീം കേക്കാണ് ഉണ്ടാക്കുന്നത്. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുമെന്ന്. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എനിക്ക് ½ kg ഡ്രീം കേക്കിൻ്റെ ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത്. ഇനി ഈ മുട്ട നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ബീറ്ററിൽ 5 വരെ സ്പീഡ് ഉണ്ട്. ഓരോ ബീറ്ററും ഓരോരോ രീതിയാണ്. എപ്പോഴും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ബീറ്റ് ചെയ്തതിന് ശേഷം മുട്ട ഒന്നിങ്ങനെ പതഞ്ഞു വന്ന് തുടങ്ങുമ്പോൾ സ്പീഡ് പയ്യെ പയ്യെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് 4 ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വാനില എസൻസിൻ്റെ മൂടി തന്നെയാണ് അളവെടുക്കാറ്. ഒരു മൂടിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലോട്ട് 75 ml കപ്പിൽ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു കാരണവശാലും നമ്മൾ മുട്ടയിലോട്ട് പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി പഞ്ചസാര നന്നായിട്ട് മെൽറ്റാണ് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയുടെ ഒരു മണം ഉണ്ടാവില്ല കേക്കിൽ. ഇതിപ്പോൾ ഡ്രീം കേക്കിൻ്റെ സ്പഞ്ചാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് ആ കേക്കിൻ്റെ സ്പഞ്ച് ഇങ്ങനെയല്ല റെഡിയാക്കണം. അത് ഇൻഷാല്ലാ ഞാൻ ഒരു ദിവസം വീഡിയോ ഇടുന്നതായിരിക്കും. ഇനി ഇത് നന്നായി മെൽറ്റാണ് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പം പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 75 ml കപ്പിൽ സൺഫ്ലവർ ഓയിൽ 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ തന്നെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കഴിയുമ്പം അധികം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ മുട്ട ഇങ്ങനെ ഇത്രയും ക്രീമി പരുവം വന്നത് പെട്ടെന്ന് താന്നു പോകും. അതുകൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, ഒന്ന് ബീറ്റ് ചെയ്യുക, ബീറ്റർ ഓഫ് ആക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിപ്പക്കയിൽ വെച്ച് കൊടുക്കുക. അതിലോട്ട് 250 ml 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിലോട്ട് 2 ടീസ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വളരെ കുറച്ച് സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന സ്പൂൺ അളവ് 1.25 ml ആണ്. സ്പൂണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിരിക്കുന്നത് 1.25 ml കേട്ടോ. രണ്ടും ഒരേ അളവ് തന്നെ, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും. ഇനി ഇത് നന്നായിട്ട് അരിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു ½ kg ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 6 ഇഞ്ചാണ് ഈ ടിന്ന്. ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക.
അതേ മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓവനിലല്ല വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുക്കുക. അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു റിങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മുടെ ഈ ടിന്ന് ഇറക്കി വെക്കുക. എപ്പോഴും വെക്കുന്ന പാത്രം എയർ പോകാത്ത പാത്രമായിരിക്കണം. അതിൽ വെള്ളം ഒന്നും പാടില്ല. ഒട്ടും എയർ പോലത്തെ പാത്രമായിരിക്കണം കേട്ടോ. അതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഞാൻ കേക്ക്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കാം. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമിന് 220 രൂപയാണ് വരുന്നത്. ഇനി 125 ml ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. നമ്മുടെ ഡ്രീം കേക്ക് ആയതുകൊണ്ട് വിപ്പിംഗ് ക്രീം കൂടുതൽ വേണം. ഇനി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. എപ്പോഴും ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബൗളിൽ ഒരല്പം പോലും വെള്ളം പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിലായിരിക്കുമല്ലോ വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യാം. അതിൽ ചിലരിങ്ങനെ കട്ട പോലെ തന്നെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബീറ്റായി കിട്ടില്ല. പുറത്ത് വെച്ച് ഫുള്ള് മെൽറ്റായി കഴിയുമ്പോൾ ഒരു നേരിയ തണുപ്പോട് കൂടി ബീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല കട്ടിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എന്തേ ബീറ്റാണ് നമ്മുടെ ഡ്രീം കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഓവർ തിക്നെസ് വേണ്ട. കുറച്ച് ലൂസ് രീതിയിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പീഡ് ഒറ്റയടിക്ക് കൂട്ടാതെ ബീറ്ററിൽ ബീറ്റ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ സ്പീഡ് പയ്യെ പയ്യെ കൂട്ടി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബീറ്റായി കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡിൽ വെള്ളം പാടില്ല. നല്ല ഡ്രൈ ആക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ തിക്കായി കിട്ടും. ഇതിലോട്ട് ഞാൻ പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി ബീറ്റ് ചെയ്ത് തിക്കായതിന് ശേഷം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ലൂസായി പോകും. അതേ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ബൗളൊന്നിങ്ങനെ കറക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ബീറ്റായി കിട്ടുവേ. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ക്രീം നല്ല തിക്കിൽ കിട്ടും. എന്നോട് മിക്കവരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ ക്രീം ഇങ്ങനെ മെൽറ്റായി പോകുന്നു ചെയ്യുമ്പോൾ. ഇതാണ് കാര്യം. ഒന്നുകിൽ നമ്മുടെ ബൗളിൽ അകത്ത് വെള്ളം ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലേഡിലും വെള്ളം ഉണ്ടാവും, ബീറ്ററിൻ്റെ ബ്ലേഡിലും വെള്ളം ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ലൂസായി പോണത്. നല്ല തിക്കിൽ കിട്ടിയിട്ടില്ലേ, അതിലോട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലോട്ട് വെക്കാതെ. ഇനി നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് കൊണ്ട് ഗനാഷ് ഉണ്ടാക്കാം. 3 ടൈപ്പ് ഗനാഷ് റെഡിയാക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് കൊണ്ട് ഗനാഷ് ഉണ്ടാക്കുക. സെയിം ഇതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ട് എടുക്കുക, ബട്ടർ ഇടുക, ബട്ടർ ഇത്തിരി കൂടുതൽ ഇടുക. അതുപോലെ തന്നെ 75 ml കപ്പിൽ 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഡാർക്ക് കോമ്പൗണ്ട് ഞാൻ 2 വലിയ ചോക്ലേറ്റിൻ്റെ കട്ട് എടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക, കേക്ക് മാറ്റി വെക്കുക. കണ്ടോ, ഞാൻ നല്ല മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൻ്റെ മേലെ ഇറക്കി വെച്ചാലും മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലോട്ട് വയ്ക്കാം. അത്രയേ ഉള്ളൂ. കണ്ടോ, നല്ല സോഫ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനത്തെ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഗനാഷും റെഡി ആയിട്ടുണ്ട്. ഇനി
ഞാൻ മിൽക്ക് കോമ്പൗണ്ട് കേക്കിൽ ഒഴിക്കാറില്ല. അതിന് പകരം ബട്ടർ ക്രീം റെഡിയാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കൽ. ബട്ടർ സ്കോച്ചിൻ്റെ ക്രീം റെഡിയാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കൽ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർക്ക് വൈറ്റ് കോമ്പൗണ്ടിൻ്റെ ഒരു ഗനാഷ് കഴിക്കുമ്പോൾ പെട്ടെന്ന് മട്ടിച്ച് പോകും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗനാഷ് ഉണ്ടാക്കൽ. ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 75 ml കപ്പിൽ തന്നെയാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര. അങ്ങനെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇത്രയും ബട്ടർ ഇട്ട് കൊടുക്കണേ. എല്ലായിടത്തും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ ബട്ടറൊക്കെ ഫുൾ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. 75 ml കപ്പ് തന്നെയാണ്. ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ എല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടും. ബട്ടർ സ്കോച്ച് ക്രീമാണ് ഇത്. ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കുക. പെട്ടെന്ന് കുറുകി കിട്ടും. ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടതിന് ശേഷം അപ്പം തന്നെ ഓഫ് ചെയ്യുക. ഇനി ഇതിലോട്ട് ചൂടാറിയതിന് ശേഷം നട്ട്സ്, എന്തൊക്കെ നട്ട്സ് ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതിലോട്ട് ബദാമും കശുവണ്ടിയും മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് നല്ലൊരു ക്രീമി പരുവം കിട്ടും, അതുകൊണ്ടിട്ടാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ചൂടാറി വരുംതോറും നല്ല ക്രീമി പോലെ കിട്ടും. അങ്ങനെ ഇതും റെഡിയായി. ബട്ടർ സ്കോച്ചിൻ്റെ ഗനാഷും റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലപോലെ തിളപ്പിച്ചാറിയ പാൽ 1 കപ്പ് എടുക്കുക. അതിലോട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതും റെഡിയായി. നമുക്കൊരു ടിന്ന് എടുത്ത് കൊടുക്കാം. ഡ്രീം കേക്കിൻ്റെ ടിന്ന് 1/2 kg ടിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു നോസിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും പൈപ്പിംഗ് ബാഗിലാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നോസിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ക്രീം വെച്ച് കൊടുക്കുക. മിക്കവരും ഡ്രീം കേക്ക് ചെയ്യുമ്പോൾ അടിയിൽ ക്രീം വെക്കാറില്ല. ഞാൻ ചെയ്ത് കൊടുക്കും, കാരണം അടിയിൽ ഒന്നും ഇല്ലാത്ത പോലെ തോന്നും കഴിക്കുമ്പോൾ. അതുകൊണ്ടിട്ടാണ് ഈ കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക.
ഇങ്ങനെ ഇതേപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ചുറ്റിച്ചു കൊടുക്കുക. ഇനി അതിലോട്ട് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഞാൻ മറിച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് പാല്, നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കലക്കി വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അതേ പാല് ഞാൻ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഗനാഷും കൂടി ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഞാൻ ഈ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഗനാഷിലും കുറച്ച് നട്ട്സ് പൊടിച്ചതും ആക്കിയിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ തരിതരി പോലെ കിടക്കുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റോളം വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ 5 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ഞാൻ അതേ ഫുള്ള് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് അത്യാവശ്യം വേണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, 2 കട്ടയോളം ഞാൻ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം ഫ്രീസറിൽ വെക്കുമ്പോൾ തന്നെ ഒന്ന് സെറ്റായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഗനാഷ് ഒഴിക്കുമ്പോൾ എല്ലാം കൂടി മിക്സായി പോകും. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ സ്കോച്ചിൻ്റെ ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതിലോട്ട് ഞാൻ കുറച്ച് നട്ട്സും ഇട്ടിട്ടുണ്ട്. ബദാമും കശുവണ്ടി പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കുക. ഇനി ഇത് 10 മിനിറ്റോളം ഫ്രീസറിൽ വെക്കാം. ഞാൻ ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. സെയിം ഇതുപോലെ തന്നെ മിൽക്ക് കോമ്പൗണ്ട് എടുക്കുക, കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക, ബട്ടർ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നട്ട്സ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നട്ട്സ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കുക. ഇതിൻ്റെ മേലെ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്ത് ഇതേപോലെ തട്ടിക്കൊടുക്കുക. അങ്ങനെ അതേ നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവർ ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മേലെ ഞാനൊരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡയറി മിൽക്ക് ഇതേപോലെ പീസാക്കിയിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കുക. എന്തോരം ഫ്രിഡ്ജിൽ വെക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും. ഇപ്പം എല്ലാം നല്ല സെറ്റായി നല്ല തിക്കായി കിട്ടും. താഴത്ത് വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കണ്ട. ഇത് അങ്ങനെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്നോട് കുറച്ച് പേര് നെയ്ച്ചോറിൻ്റെ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്ത ദിവസം നെയ്ച്ചോറിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഇടുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.